തരത്തിലുള്ള കുട്ടികളെ ഒരു ക്ലാസ് റൂമിൽ ഇരുത്തിക്കൊണ്ട് ഒരു ജനറൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഇൻഡിവിജ്വലൈസ്ഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആക്കി മാറ്റി നീഡ് ബേസ്ഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു അപ്രോച്ച് ആണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ അവിടെ നമ്മൾ കുട്ടികൾക്ക് ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽ ഉള്ളവരുണ്ടായിരിക്കും, ഡിഫറെന്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് ഉള്ളവരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഒരുപാട് എബിലിറ്റീസ് ഉള്ള കുട്ടികൾ ഉണ്ടാവാം, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം, ഗിഫ്റ്റഡ് ആവാം, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന മക്കളാവാം. അങ്ങനെ തുടങ്ങി ഒരുപാട് ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയായിരിക്കണം അസസ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ഈ യൂണിറ്റിൽ പറയുന്നത്. നമുക്കറിയാം, ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളെ അസസ് ചെയ്യാൻ ഇറ്റ് ഈസ് വെരി ഈസി അല്ലേ, സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒരു സിംഗിൾ അല്ലെങ്കിൽ സിമ്പിൾ യൂണിക് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ അസസ് ചെയ്യാം. ഒരു കോമൺ അല്ലെങ്കിൽ ഒരു എന്താ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണെങ്കിൽ. ബട്ട് ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള കുട്ടികളാകുമ്പോൾ അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ നീഡ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി അനുസരിച്ച് അവരുടെ ലെവൽ അനുസരിച്ചുള്ള എഡ്യൂക്കേഷനും അതുപോലെ തന്നെ അസസ്മെന്റ് സിസ്റ്റവും ആയിരിക്കണം കൊണ്ടുവരേണ്ടത്. അപ്പം ഈ ഓഡിറ്റിൽ പറയുന്നതും അത് തന്നെയാണ്, ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ എന്തൊക്കെ അസസ്മെന്റ് സിസ്റ്റം ആണ് വേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് ആണ് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ്. ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഈസ് എൻ ഓൺ ഗോയിങ് പ്രോസസ്. It is a continuous process in which the teacher or the from before, during and after instruction from multiple sources എന്നാണ് പറയുന്നത്. അവിടെ ടീച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെന്റർ ആയിക്കോട്ടെ ആരാണെങ്കിലും എന്താണ് ചെയ്യുന്നത്, they are continuously assessing the students before the instruction, during the instruction and after the instruction from multiple sources. ഒരു സിംഗിൾ സോഴ്സിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യരുത്. ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ ലേണേഴ്സ് നീഡ്സ് ആൻഡ് സ്ട്രെങ്ത്സ്. ഇപ്പൊ പേപ്പർ പെൻസിൽ ടെസ്റ്റ് മാത്രമാണ് നമ്മൾ ക്ലാസ് റൂമിൽ കൊടുത്തത് എങ്കിൽ അത്തരത്തിൽ ആ ഒരു പേപ്പർ പെൻസിൽ ടെസ്റ്റിലൂടെ നല്ല രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാത്ത കുട്ടികളാണെങ്കിൽ അവിടെ അവർക്കത് ഒരു പോർ പെർഫോമൻസ് ആയിരിക്കും ഉണ്ടാവാം അല്ലെ. ബട്ട് ഇൻസ്റ്റെഡ് നമ്മൾ ഡിഫറെന്റ് മീൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരെ അസസ് ചെയ്യുന്നത് എങ്കിൽ അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള കുട്ടികളെ ഒരു അവരുടെ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അസസ്മെന്റ് സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് തന്നെയാണ് ആക്ച്വലി ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് ഈസ് എൻ ഓൺഗോയിങ് പ്രോസസ് in which the teachers gather data or collect the data before instruction, during instruction and after instruction from multiple sources in order to identify the learner's needs and strengths. So the students are differentiated in their knowledge and skills. ഞാൻ പറഞ്ഞു, ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡൈവേഴ്സ് കാറ്റഗറിയിലുള്ള കുട്ടികളാകുമ്പോൾ they are differentiated or they are different from the knowledge and the skills they have, അല്ലേ? So they differ in the ways and the speeds at which they process new learning and connect it to prior knowledge and understanding. They also differ in the ways they most effectively demonstrate their progress. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു അസസ്മെന്റ് സ്ട്രാറ്റജിയിലെ സിസ്റ്റം കൊണ്ടുവരണം ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ എന്ന് പറയുന്നത്. Okay, actually it is not just modification, it is just changes in content, standard or instructional level. It is not just accommodation, but changes in time, amount of work or process that do not lower standards. Okay, so differentiation is more than the traditional instructional circle. That is, we have to use different strategies, maybe lecture, modeling, practices with paper problem, paper pencil assessment, letter grade feedback, and different strategies we have to use in an inclusive classroom. So this is what is differentiated assessment. Now next one is culturally responsive assessment. നമുക്കറിയാം,
ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു 10 സ്റ്റുഡൻസ് ആണ് ഉള്ളത് എങ്കിൽ 10 കൾച്ചറിലുള്ള സ്റ്റുഡൻസ് ആണ് അവിടെ ഉള്ളത്, അല്ലെ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 10 ഒരു പാരന്റിന് 4 കിഡ്സ് ഉണ്ടെങ്കിൽ 4 കിഡ്സ് എന്ന് പറയുന്നത് 4 കൾച്ചറിലുള്ളവരാണ്. നമ്മ പറയും ഒരു സെയിം ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സെയിം ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സെയിം എന്താ പറയാ ബിലീഫ് ഒക്കെ ഉള്ളതാണെങ്കിൽ പോലും ഓരോ വ്യക്തി എന്ന് പറയുന്നത് ഓരോ കൾച്ചറാണ്. സോ അതുകൊണ്ട് തന്നെ കൾച്ചർ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മളുടെ കുട്ടികളെ അസസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം ഈച്ച് ആൻഡ് എവ്രി വൺ ഹാസ് ദെയർ ഓൺ കൾച്ചർ, ഹിസ് ഓൺ ഓർ ഹെർ ഓൺ കൾച്ചർ, അല്ലെ? അപ്പൊ ആ കൾച്ചർ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതുപോലെ തന്നെ അവരുടെ ഫാമിലി എന്താണ്, അവരുടെ ബിലീഫ് എന്താണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി സ്റ്റുഡൻസിനെ അസസ് ചെയ്യുക. സോ കൾച്ചറൽ റെസ്പോൺസീവ്നെസ് റിലേറ്റ് ടു culture relating to the ideas, customs and social behavior of a society that we all know, അല്ലെ? എന്താണ് കൾച്ചർ എന്നുള്ളത് നമുക്കറിയാം. സോ കൾച്ചറൽ റെസ്പോൺസീവ്നെസ് ഈസ് ദ എബിലിറ്റി ടു ലേൺ ഫ്രം ആൻഡ് റിലേറ്റ് റെസ്പെക്ട്ഫുള്ളി വിത്ത് പീപ്പിൾ ഓഫ് യുവർ ഓൺ കൾച്ചർ ആസ് വെൽ ആസ് ദോസ് ഫ്രം അതേഴ്സ് കൾച്ചർ. അതാണ് കൾച്ചറൽ റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ കൾച്ചറെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതോടുകൂടെ തന്നെ അതിനെ നമ്മൾ ലേൺ ചെയ്യാനും അതുപോലെ റെസ്പെക്ട്ഫുള്ളി അതിനെ റിലേറ്റ് ചെയ്യാനും പറ്റണം മറ്റു ആളുകളുടെ കൾച്ചറിനെയും കൂടെ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കൾച്ചറും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ ആളുകളുടെ ആരെയാണോ നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ കൾച്ചറും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. ദാറ്റ് ഇസ് കൾച്ചറൽ റെസ്പോൺസീവ്നെസ്. സോ ദാറ്റ് കൾച്ചറൽ റെസ്പോൺസീവ് അസസ്മെന്റ് ഈസ് ആസ് assessment that is mindful of the students' population the institution serves, using language that is appropriate for all students when developing learning outcome. ആ രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിന്റെ കൾച്ചറെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കുട്ടികളെ അസസ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് ബീയിങ് സ്റ്റുഡന്റ് ഫോക്കസ്ഡ്. തീർച്ചയായിട്ടും അത് ആരെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം? സ്റ്റുഡന്റ് ഫോക്കസ്ഡ്, വിച്ച് കോൾസ് ഫോർ സ്റ്റുഡന്റ് ഇൻവോൾവ്മെന്റ് throughout the entire assessment process, including the development of the learning outcome statements, assessment tool selection, development of the process and the data collection process, interpretation of the data process and use of the results. That is, നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ആ സ്റ്റെപ്പിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആരാണ് ഉണ്ടായിരിക്കേണ്ടത്, ആരെയാണോ നമ്മൾ അസസ് ചെയ്യുന്നത്, ഓരോ കുട്ടീനെയും എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ആ കുട്ടിയെ അസസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കൾച്ചർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ലേണർ. നമ്മൾ അസസ് ചെയ്യുന്ന ആ ഒരു സ്റ്റുഡന്റിന്റെ അല്ലെങ്കിൽ ലേണറിന്റെ കൾച്ചറെ തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അസസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് സ്റ്റുഡന്റ് ഫോക്കസ്ഡ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട 2 സ്ട്രാറ്റജിയാണ് നമ്മൾ പറഞ്ഞാൽ അസസ്മെന്റ് സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് യൂസ് ഓഫ് ടെസ്റ്റ് ഫോർ ലേണർ അപ്രൈസൽ. യൂസ് ഓഫ് ടെസ്റ്റ് ഫോർ ലേണർ അപ്രൈസൽ. ഇവിടെ 2 ടെസ്റ്റുകളാണ് നമ്മൾ ലേണറിന്റെ അപ്രൈസലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. Which are the tests that are used for the learners appraisal? Okay, ലേണേഴ്സ് അപ്രൈസലിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തേർഡ് യൂണിറ്റിൽ പഠിച്ച കുറേ ടെസ്റ്റുകൾ ഉണ്ട്. അത്തരം ടെസ്റ്റുകളൊന്നും ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ലേണേഴ്സ് അപ്രൈസലിന് വേണ്ടി യൂസ് ചെയ്യുന്ന 2 ടെസ്റ്റുകളാണ് അച്ചീവ്മെന്റ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും. ഓക്കെ, അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അച്ചീവ്മെന്റ് ടെസ്റ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ടു മെഷർ റിലേറ്റീവ് അച്ചീവ്മെന്റ് ഓഫ് ദ സ്റ്റുഡൻസ്. ഒരു സ്റ്റുഡന്റിന്റെ അച്ചീവ്മെന്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണെങ്കിലോ, ഇറ്റ് ഈസ് എ ടെസ്റ്റ് ടു ഡിസൈൻ ടു ലൊക്കേറ്റ് സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് ദ സ്റ്റുഡന്റ് അറ്റ് എ സ്പെസിഫിക് സ്റ്റേജ് ഓഫ് ലേണിംഗ്. എവിടെയാണ് നമ്മുടെ ലേണേഴ്സിന് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ വീക്ക്നെസ് എവിടെയാണ്, അല്ലെങ്കിൽ അവിടെ പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ അവിടെ ഇഷ്യൂ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക്.
സ്ലൈഡിലാണ്, വെയിറ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ്. മാം, ആ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരോ? അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയാം. ഓക്കെ സ്ലൈഡ് ഓക്കെ. കണ്ടോ? സ്ലൈഡ് കണ്ടോ? വിസിബിൾ ആണ് മാം. അച്ചീവ്മെന്റ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ഐ തിങ്ക് യു ഹാവ് ടു ഡു some works relating to achievement and test and diagnostic test during your internship. Okay. So, എന്താണ് achievement test എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? An achievement test is designed to evaluate a unit during the teaching learning process. That is, the learning that takes place is assessed or evaluated not only for the learner's benefit but also for the teacher to evaluate his or her own വർക്ക്. കുട്ടികളുടെ അച്ചീവ്മെന്റ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്, സിംപ്ലി. ബട്ട് അത് ഒരു കുട്ടിയുടെ അച്ചീവ്മെന്റ് ടെസ്റ്റ് ചെയ്യുമ്പം ആ കുട്ടിക്ക് മാത്രമല്ല അത് അതിന്റെ ഹെൽപ്ഫുൾ ആവുന്നത്, ഈവൻ ടീച്ചേഴ്സിനും ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ഫ്രീമാൻ, എ ടെസ്റ്റ് ഓഫ് എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റ് ഈസ് ഡിസൈൻഡ് ടു മെഷർ knowledge, understanding or skills in a specified subject or group of subjects. Okay, again ഒന്നുകൂടി പറയാം. A test of educational achievement is designed to measure knowledge, understanding or skills in a specified subject or group of subjects. Then according to Super, achievement or proficiency test is used to ascertain what and how much has been learned or how well a test has been performed. So these are the two definitions of achievement test. Now the objectives of achievement test. What are the objectives of achievement test? First one is to evaluate the curricular achievement of the student. Okay, കുട്ടികളുടെ curricular achievement test ചെയ്യാന്നുള്ളതാണ്. Then to evaluate teaching skills of the teacher. Next one is to classify the students according to their abilities. അല്ല, achievement test ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് we can classify our students according to the abilities of our learners. Then to motivate the students for further studies on the basis of marks obtained. Okay, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടിയ മാർക്കിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ഒരു പെർട്ടിക്കുലർ മോട്ടിവേഷൻ കൊടുക്കാം നെക്സ്റ്റ് എക്സാമിന് അല്ലെങ്കിൽ നെക്സ്റ്റ് ടെസ്റ്റിന് വേണ്ടിയുള്ള. Then to assess the success of methods of teaching. Next one is to achieve educational objectives on the basis of the test and to give promotion of the students. അതിന്റെ ബേസിലാണ് നമ്മൾ കുട്ടികളെ നെക്സ്റ്റ് ക്ലാസ്സിലേക്കൊക്കെ ഇരുത്തുന്നത്, അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ബേസിലാണ്. Now types of test ഏതൊക്കെയാണെന്ന് നോക്കാം. On the basis of objectives, ജനറൽ അച്ചീവ്മെന്റ് ടെസ്റ്റും ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും ഉണ്ട്. ദാറ്റ് ഈസ് ഇങ്ങനെയാണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് ക്യാൻ ബി കണ്ടോ ടീച്ചർ മെയ്ഡ് ആവാം, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ഒക്കെ ആവാം. അപ്പം എങ്ങനെയാണ് ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കൺസ്ട്രക്ഷൻ ഓഫ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അതിന് പെർട്ടിക്കുലർ സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഈ സബ്ജക്ട് ഹാസ് ഡിഫറെന്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ഒരു സയൻസ് സബ്ജക്റ്റിന്റെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് അല്ല ഒരു ലാംഗ്വേജ് സബ്ജക്റ്റിന് ഉണ്ടാവാം, അല്ലെ? സോ ദാറ്റ് ഓരോ സബ്ജക്റ്റിനും നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ ബേസിൽ നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. So the major objectives are categorized as knowledge, understanding, application skills, domains in a base. Bloom's taxonomy domains in a base ചെയ്ത് നമുക്ക് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അത് കരിക്കുലം മാറുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. So that on the basis of the instructional objectives അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. Then ടെസ്റ്റ് ഡിസൈൻ ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ഡിസൈൻ ദ ടെസ്റ്റ്. അവിടെ നമ്മൾ ഏത് ക്വസ്റ്റ്യൻസ് ഇടണം, അതുപോലെ ഏത് യൂണിറ്റിലെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ ഈസി ലെവൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഡിസൈൻ ഓഫ് ദ ടെസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് കൊടുക്കുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞ് ടാക്സോണമിയുടെ ബേസിൽ എത്ര മാർക്ക് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ അവിടെ തീരുമാനിക്കുന്നത്. ഇപ്പം മാർക്സ് 25 കണ്ടോ ഈ രീതിയിൽ നോളജിന് 5 മാർക്സ് കൊടുക്കാം, അണ്ടർസ്റ്റാൻഡിങ്ങിന് 10 മാർക്ക് കൊടുക്കാം. ആ രീതിയിൽ നമ്മൾ വെയിറ്റേജ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഡിസൈൻ ഓഫ് ദ ടെസ്റ്റിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസൈൻ ഓഫ് ദ ടെസ്റ്റിലെ സെക്കൻഡ് എന്ന് പറയുന്നത് ഫോംസ് ഓഫ് ക്വസ്റ്റ്യൻസ് അലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ
3 ഫോംസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒബ്ജക്റ്റീവ്, ഷോർട്ട് ആൻസർ, എസ്സേ. അതില് ഒബ്ജക്റ്റീവിന് 12 മാർക്സ് കൊടുക്കാം, ഷോർട്ട് ആൻസറിന് 8 മാർക്സ് കൊടുക്കാം, എസ്സേ ടൈപ്പിന് 5 കൊടുക്കാം എന്ന് നമ്മൾ അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ടോട്ടൽ 25 ആയതുകൊണ്ട് ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇങ്ങനെ കൊടുക്കാവൂ എന്നുള്ളതല്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു എക്സാമ്പിൾ ഇട്ടതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഡിഫിക്കൽട്ടി ലെവലിന് വെയിറ്റേജ് കൊടുക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈസി, ആവറേജ്, ഡിഫിക്കൽട്ടി. ഈ 3 ലെവലാണ് നമുക്കുള്ളത്. ഈസി, ആവറേജ്, ഡിഫിക്കൽട്ട്. അതിൽ ഈസി ആവറേജിനായിരിക്കണം നമ്മൾ മോസ്റ്റ് സ്കോർ കൊടുക്കേണ്ടത്. ആവറേജ് കാറ്റഗറിയിലായിരിക്കണം നമ്മൾ മോസ്റ്റ് സ്കോർസ് കൊടുക്കേണ്ടത്. സോ ദാറ്റ് ഇവിടെ 13 സ്കോർ ആണ് കൊടുത്തിട്ടുള്ളത്, 13 മാർക്സ്. ദെൻ ഈസി ആൻഡ് ഡിഫിക്കൽട്ടിന് 6 മാർക്സ് ഈച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടന്റിന് നമ്മൾ മാർക്ക് കൊടുക്കുന്നതാണ്. ദാറ്റ് ഈസ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഈ ടെസ്റ്റ് 5 യൂണിറ്റ്സ് കവർ ചെയ്യുന്ന ടെസ്റ്റ് ഇതാണ്. ദാറ്റ് ഈസ് നമ്മൾ എത്ര യൂണിറ്റ് ആണ് എടുക്കുന്നത്, എത്ര സബ് യൂണിറ്റ് ആണ് എടുക്കുന്നത്, അത് തീരുമാനിക്കുന്നതാണ് വെയിറ്റേജ് ഓഫ്. ഇവിടെ സബ് യൂണിറ്റ്, യൂണിറ്റ് 1 5 സബ് യൂണിറ്റ്സുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഓരോ സബ് യൂണിറ്റ്സിനും അലോട്ട് ചെയ്തിട്ടുള്ള മാർക്കാണ് ടോട്ടൽ 25 വരുമ്പോൾ. ഇത്രയാണ് ഡിസൈൻ ഓഫ് ദ ടെസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഏതാണെന്ന് നോക്കണം. ദെൻ അതിൽ വരുന്ന ഫോംസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കണം, ഡിഫിക്കൽട്ടി ലെവൽ നോക്കണം, നമ്മുടെ ടോപ്പ് അല്ലെങ്കിൽ ഏരിയ ഏതൊക്കെയാണ് കവർ ചെയ്യേണ്ടത് നോക്കണം. അങ്ങനെ 4 എണ്ണം നമ്മൾ തീരുമാനിക്കുന്നതാണ് ഡിസൈൻ ഓഫ് ദ ടെസ്റ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് അതിന്റെ ബേസിൽ ഇപ്പൊ നമ്മൾ ഈ 4 എണ്ണം ചെയ്തതിന്റെ ബേസിൽ ഒരു ബ്ലൂ പ്രിന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് എന്ന് പറയുന്നത്. ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി one second. Hello, Miss. ബ്ലൂ പ്രിന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിന്റ്. ഓക്കെ, ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഡയമെൻഷണൽ ചാർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാണ്, ഷോർട്ട് ആൻസർ ആണോ, എസ്സേ ആണോ, ഒബ്ജക്റ്റീവ് ആണോ, ഏത് കണ്ടന്റ് ആണ്, ഏത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 3 ഡയമെൻഷണൽ ചാർട്ടിനെയാണ് നമ്മൾ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. സി കണ്ടോ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് വരുമ്പോൾ ഫോംസ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കണ്ടന്റ് വരുന്നുണ്ട്. ഫോംസ് ഓഫ് ക്വസ്റ്റ്യൻ നേരെയാണ് പോകുന്നത്, മറ്റേത് കണ്ടന്റ് താഴോട്ട് വരുന്നു. ദെൻ ഏറ്റവും മേലെയായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും കൊടുക്കാം. സോ ഇതിന്റെ ബേസിൽ ഇപ്പം ഫസ്റ്റ് യൂണിറ്റിൽ നോക്കുക കേട്ടോ, ഇതില് ഫസ്റ്റ് സബ് യൂണിറ്റിൽ ഫോം കണ്ടന്റ് എന്നുള്ളതിന്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് സബ് യൂണിറ്റിൽ നോളജ് ഡൊമൈനിൽ വരുന്ന അല്ലെങ്കിൽ നോളജിന്റെ ഇതിൽ വരുന്നത് 2 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ദാറ്റ് 2 മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്ങിൽ കണ്ടോ, അങ്ങനെ നമ്മൾ ഓരോന്നിനും കൊടുത്ത് അതിന്റെ ടോട്ടൽ 25 വരുന്നതിനെയാണ്, ഇങ്ങനെയുള്ള നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ചാർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇതിന്റെ ബേസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഡിസൈനിന്റെ ബേസിൽ ഒരു ബ്ലൂ പ്രിന്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ബ്ലൂ പ്രിന്റ് റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ക്വസ്റ്റ്യൻസ് എഴുതാവുള്ളൂ. ദാറ്റ് ഇസ് ബ്ലൂ പ്രിന്റിന്റെ ബേസിലാണ് നമ്മൾ ഫ്രെയിം ക്വസ്റ്റ്യനിങ്. അല്ലാതെ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടല്ല നമ്മൾ ഒരു ബ്ലൂ പ്രിന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം ബ്ലൂ പ്രിന്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. സോ ഹിയർ ഫ്രെയിം ക്വസ്റ്റ്യൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദെയർ ലാംഗ്വേജ് ഇസ് സിമ്പിൾ, ക്ലിയർ ആൻഡ് വിത്തിൻ ദ കോംപ്രിഹെൻസീവ് ലെവൽ ഓഫ് ദ സ്റ്റുഡൻസ്. നമ്മൾ നേരത്തെ ആ ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് ഓരോന്നും നോക്കി നോക്കി നമ്മൾ എന്ത് ചെയ്യണം, ആ യൂണിറ്റിൽ നിന്നും ആ ഒബ്ജക്റ്റീവിൽ നിന്നും ഈസി, ഡിഫിക്കൽട്ട്, ആവറേജ് എന്നുള്ള ആ ഒരു ബോധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് 4th സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലേണിംഗ് ഔട്ട്കമ്മിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആവറേജ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കണം ഏറ്റവും അധികം നമ്മൾ അതിൽ കൊടുക്കേണ്ടതും എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് സ്കോറിംഗ് കീ. ഇനി നമ്മൾ
ചെയ്തിരിക്കുന്ന ബ്ലൂ പ്രിന്റിന്റെ ബേസിൽ സ്കോറിംഗ് കീ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ആ ക്വസ്റ്റ്യന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലേക്ക് മാറ്റുന്ന രീതിയിലാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു സ്റ്റെപ്പിൽ പോകുന്നത്. ഓക്കെ, ഇനി അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പേർട്ടിനെയൊക്കെ കാണിച്ച് ഇവിടെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ആളുകളെയൊക്കെ കാണിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഡിറ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ആ മാറ്റങ്ങളൊക്കെ വരുത്തി അതിനെ ഫൈനൽ ആക്കുന്ന ഒരു സ്റ്റെപ്പാണ് മോഡറേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ടീച്ചർ മെയ്ഡ് ടെസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റും ഉണ്ട്. ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെപ്പിലൂടെ ഒന്നും കടന്നു പോകാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് നമ്മൾ കയറി വരുന്ന ക്ലാസ്സിലേക്ക് 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ അല്ലെങ്കിൽ ഐറ്റംസ് പറഞ്ഞു കൊടുക്കുന്നതാണ് ടീച്ചർ മെയ്ഡ്. അല്ലെങ്കിൽ വലിയ കാര്യമാക്കാതെ നമ്മൾ ജസ്റ്റ് റെഫർ ചെയ്ത് ക്വസ്റ്റ്യൻ ഇടുന്നതാണ്. ഏത് ഡൊമൈൻ ഏത് രീതി എന്നുള്ളതൊന്നും നമ്മൾ ചെക്ക് ചെയ്യാറില്ല. പക്ഷെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാണ് ആ ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ഓക്കെ, സോ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേണേഴ്സിന്റെ സ്റ്റുഡൻസിന്റെ ഡിഫിക്കൽട്ടി എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് അവർക്ക് പ്രോബ്ലം ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ എഡ്യൂക്കേഷനിൽ ഇഷ്യൂ ഉള്ളത്, ഏത് ഏരിയയാണ് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്, അതിനെ നോക്കുന്ന അല്ലെങ്കിൽ അതിനെ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് വൈ ഡയഗ്നോസ്, എന്തിനാ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? ഈസ് ദർ സംതിങ് റോങ് ഓർ അൺയൂഷ്വൽ വിത്ത് ദ ബിഹേവിയർ ഓഫ് ദ ലേണർ? എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഡയഗ്നോസ് ചെയ്യേണ്ടത്? വാട്ട് ടു ഡയഗ്നോസിസ്? ദർ ഇസ് ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രോബ്ലം ഓർ ദ കോസ് ഓഫ് വിച്ച് ഇറ്റ് ഈസ് ടു ബി ഐഡന്റിഫൈഡ്. ആ അബ്നോർമൽ ആയിട്ട് കുട്ടി കാണിച്ച ബിഹേവിയറിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം കാണുമല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ എഴുതാതെ എങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആൻസർ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇപ്പൊ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പ് വരെ കുട്ടി ഫോളോ ചെയ്യും, ദെൻ ആഫ്റ്റർ ദാറ്റ് ഒന്നും ചെയ്യാതിരിക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഏരിയ ആണ്, ഏത് ഇപ്പം നമ്മൾ അബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ കുറെ സിമ്പിൾ കാൽക്കുലേഷൻസും കാര്യങ്ങളും അത്തരത്തിലുള്ള അരിത്തമെറ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പൊ അവരുടെ ബിഹേവിയർ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള സംഭവം കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റീസൺ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്, അവിടെയാണ് നമ്മൾ അതിന് ആ ഒരു ആൻസർ കിട്ടുകയാണ് ആക്ച്വലി ഡയഗ്നോസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ദെൻ ഹൗ ടു ഡയഗ്നോസ്, പ്രോപ്പർ ആൻഡ് സ്യൂട്ടബിൾ മെത്തേഡ് ഷുഡ് ബി സെലക്ടഡ്. അല്ലെ, എങ്ങനെയെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല, വി ഹാവ് ടു സെലക്ട് പ്രോപ്പർ ഓർ സ്യൂട്ടബിൾ മെത്തേഡ്. ദെൻ ബേസ്ഡ് ഓൺ ദ റിസൾട്ട്, എങ്ങനെയാണ് ഇന്റർപ്രിട്ടേഷൻ കറക്റ്റ് ആയിരിക്കണം, ഡയഗ്നോസിസ് കറക്റ്റ് ആയിട്ട് നടന്നു എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷനോടെയാണ് നമ്മൾ അത് കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ദെൻ ആഫ്റ്റർ ആ ഇന്റർപ്രിട്ടേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും റെമഡിയൽ ടീച്ചിങ് അല്ലെങ്കിൽ റെമഡിയൽ മെഷർ കൊടുക്കണം. റെമഡിയൽ മെഷർ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതിന് നമ്മൾ റെമഡിയൽ മെഷർ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ what the students have achieved എന്നുള്ളത് നമ്മളൊരു പ്ലാൻ ബേസിൽ നമ്മളത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒന്നും ആഫ്റ്റർ ഒരു ഫീഡ്ബാക്ക് സെഷൻ ഒന്നുമില്ല. ബട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അങ്ങനെയല്ല, ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു റെമഡിയൽ ടീച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നോക്കാം. എന്താണ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ ടെസ്റ്റ് ഡിസൈൻ ടു ലൊക്കേറ്റ് സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് ദ സ്റ്റുഡന്റ് അറ്റ് എ സ്പെസിഫിക് സ്റ്റേജ് ഓഫ് ലേണിംഗ് so that specific effort could be made to overcome the difficulty. That is a test designed to identify and investigate the difficulties, disabilities, inadequacies and gap of pupils in specific curricular areas with a view to help them overcome those difficulties through remedial instruction is called a diagnostic test.
Okay, it can be done before introducing a unit or after teaching a unit. Okay, രണ്ട് രീതിയിലും നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്താം. സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഐഡന്റിഫൈ ദ ഡിഫിക്കൽട്ട് ഏരിയ ഓർ ദ പ്രോബ്ലം ഏരിയ, then content analysis, preparation of the diagnostic test, then try out of the test, then preparation of the diagnostic chart and analysis, and after that remedial teaching. Okay, ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ആ ടെസ്റ്റിനെ അനലൈസ് ചെയ്യുന്നത്. റെമഡിയൽ ടീച്ചിങ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ എന്താണ് പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന്റെ ബേസിൽ ഒരു ടീച്ചിങ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടീച്ചിങ് സ്ട്രാറ്റജി ഫോം ചെയ്തുകൊണ്ട് കുട്ടികളെ ആ ഒരു ഏരിയയെ അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞത്. Let's see what are the characteristics. It should reveal the student's progress in terms of objectives. Okay. Then the test should be designed to detect faulty learning or difficult elements. അവിടെ അത് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എവിടെയാണ് കുട്ടിക്ക് പ്രശ്നം, ലേണിംഗിൽ എന്താണ് പ്രശ്നം, എവിടെയാണ് ഡിഫിക്കൽട്ട് ഉള്ളത് എന്നുള്ളത്. ഓക്കെ. Then it should provide specific remedial measures for each error detected. പറഞ്ഞു അച്ചീവ്മെന്റ് ടെസ്റ്റിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്ന ഒന്നാണ് റെമഡിയൽ മെഷർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. Then the test should reveal the mental process of the learner sufficiently to detect points of error. And next one is diagnostic test lead to remedial teaching. So these are all about diagnostic test. അപ്പം ഇത്രയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ നമ്മള് ലേണർ അപ്രൈസലിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്തെന്ന് പറഞ്ഞത്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും അതുപോലെ തന്നെ അച്ചീവ്മെന്റ് ടെസ്റ്റ്. എക്സാമിന് വിച്ച് ആർ ദ ടെസ്റ്റ് യൂസ് ഫോർ ലേണർ അപ്രൈസൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഴുതേണ്ട രണ്ട് ടെസ്റ്റുകളാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ സ്ലൈഡ് വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ഹാവ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്. ഒരു ടെസ്റ്റിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്. നല്ലൊരു ടെസ്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഒബ്ജക്ടിവിറ്റി. ദാറ്റ് ഈസ് ഒബ്ജക്ടിവിറ്റി ഓഫ് എ ടെസ്റ്റ് ഈസ് consistency with which a test item yield the same score to any examiner who evaluate the test item. ആര് ആ പേപ്പർ നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഏകദേശം ഒരു സെയിം സ്കോർ വരികയാണെങ്കിൽ ആ ടെസ്റ്റിന് ഒബ്ജക്ടിവിറ്റി ഉണ്ട് എന്ന് പറയാം. That is, it means the definiteness in answer expected, but with subjectivity of examiners is reduced to minimum. ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡെഫിനിറ്റ്നെസ് ആൻസറിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റം അല്ലെങ്കിൽ സെയിം സ്കോർ കിട്ടുന്ന ഐറ്റമിനെയാണ് നമ്മൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. പെർട്ടിക്കുലർലി എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ് എല്ലാം ഒബ്ജക്റ്റിവിറ്റി ഉള്ള ടെസ്റ്റ് ആണ്. കാരണം അതിനൊരു പെർട്ടിക്കുലർ ആൻസർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ആൻസർ അതിന് കാണും. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് വാലിഡിറ്റി. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇന്റൻസ് ടു മെഷർ. എന്താണോ അത് മെഷർ ചെയ്യാൻ ഇന്റൻഡ് ചെയ്യുന്നത് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് ഉണ്ടെങ്കിൽ അതാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് it as the accuracy with which the test measures what it is intended to measure, or otherwise it can be called truthfulness of a test. Or a test should measure exactly only that for what it has been constructed, keeping in mind view with Sol's objective and purpose. That is, നമ്മളിപ്പോ ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് നടത്താൻ പോണത്. ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് അവിടെ കുട്ടികളിൽ നിന്ന് കിട്ടേണ്ട റെസ്പോൺസ് എന്താണ്? അവിടെ ഇന്റലിജൻസിന്റെ ഒരു ലെവലാണ് അല്ലെങ്കിൽ റേഞ്ച് ആണ് അല്ലെ. അവിടെ കൊണ്ടുപോയി നമ്മളൊരു ക്രിയേറ്റിവിറ്റി ചെക്ക് ചെയ്യുന്ന ഐറ്റംസ് ആണ് അത് ഉള്ളത് എങ്കിൽ ആ ടെസ്റ്റ് ഒരിക്കലും വാലിഡ് അല്ല എന്ന് പറയും. കാരണം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്? ഇന്റലിജൻസ് ചെക്ക് ചെയ്യാനാണ്. പക്ഷെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്രിയേറ്റിവിറ്റിയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെ വാലിഡ് അല്ല എന്നാണ് പറയാം. ഇപ്പൊ വാലിഡിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് നമുക്ക് കിട്ടേണ്ടത് എന്താണ് എക്സാക്ട്ലി അത് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉള്ള തരത്തിലുള്ള ഐറ്റംസിനെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യണേ. Okay.
ഓക്കെ, കണ്ടിന്യൂ കേട്ടോ. ഹലോ. ഓക്കെ മാം. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് റിലയബിലിറ്റി എന്നുള്ളതാണ്. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ കൺസിസ്റ്റൻസി ഓഫ് ദ മെഷർമെന്റ് ഓർ സ്റ്റെബിലിറ്റി ഓഫ് ദ സ്കോർ. കഴിഞ്ഞാൽ നമ്മൾ ആ ടെസ്റ്റ് എപ്പോഴൊക്കെ നടത്തുന്നോ ആ നടത്തുന്നതിലൊക്കെ ഏകദേശം ഒരു ആവറേജ് സ്കോർ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ കൺസിസ്റ്റൻസി ഓഫ് സ്കോർസ് ഒബ്റ്റെയിൻഡ് ബൈ ദ സെയിം പേഴ്സൺ വെൻ റീടെസ്റ്റഡ് വിത്ത് ദ ഐഡന്റിക്കൽ ടെസ്റ്റ്. ഓക്കെ, ആ സെയിം ടെസ്റ്റ് നമ്മൾ പല തവണകളായിട്ട് നടത്തുമ്പോഴൊക്കെ നമുക്ക് ഏകദേശം ഒരു സ്കോർ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ റിലയബിലിറ്റി എന്ന് പറയും. അപ്പൊ ഒരു ടെസ്റ്റ് എപ്പോഴും എന്തായിരിക്കണം? റിലയബിൾ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. ദാറ്റ് ഈസ് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എല്ലാ കുട്ടികളെയും കൺസിഡർ ചെയ്യുന്ന തരത്തിലുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഡിഗ്രി ടു വിച്ച് എ ടെസ്റ്റ് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് പുവർ ഓർ അപ്പർ ഓർ ലോവർ ഗ്രൂപ്പ് ഓഫ് ദ സ്റ്റുഡൻറ് ഇൻ എ ക്ലാസ്. ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം കുട്ടികളുടെ ഒരു ലെവൽ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The more items classified as highly or moderately discriminating, the better the test. കണ്ടോ? The more items classified as highly or moderately discriminating. അത്തരത്തിലുള്ളൊരു ഡിസ്ക്രിമിനേറ്റിംഗ് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ബെറ്റർ ആയി നമുക്ക് പറയാനായിട്ട് കഴിയുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് പ്രാക്ടിക്കബിലിറ്റി ഓർ യൂസബിലിറ്റി. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ. Okay, it is the degree to which a test can be successfully employed by teachers and administrators without any undue expenditure of time and energy. എന്ത് ചെയ്യുന്നത് ആ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടോ അല്ലെങ്കിൽ യൂസബിൾ ആണോ ആ ടെസ്റ്റ്, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ടെസ്റ്റിന് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സും അതാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് റെലവൻസ്. റെലവെന്റ് ആണോ, പർപ്പസീവ് ആണോ അത് എന്നുള്ളതാണ്. ഇറ്റ് എംഫസൈസസ് ദാറ്റ് എ ടെസ്റ്റ് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഐറ്റംസ് വിച്ച് ആർ റെലവെന്റ് ഫോർ ദ പർപ്പസ് ടു ബി ഫുൾഫിൽഡ് ബൈ എ ടെസ്റ്റ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇന്റൻഡഡ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ഡസ് ഇറ്റ് സെർവ് ദ പർപ്പസ്. എന്തെങ്കിലും ഒരു പർപ്പസ് അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടെങ്കിൽ ആക്ച്വലി ആ ടെസ്റ്റ് ഗുഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. സോ ദീസ് ആർ ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് എൻഷുറിംഗ് ഫെയർനെസ് ഇൻ അസസ്മെന്റ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒരു ടെസ്റ്റ് ഇപ്പൊ എന്താണ്, ഒരുപാട് എന്താ പറയാ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരുപാട് ചാലഞ്ചസ് നമുക്കുണ്ട് അല്ലെ. ക്ലാസ് റൂമിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് ഒരു ടെസ്റ്റ് കൃത്യമായിട്ട് നടത്തുന്നതിലും അതുപോലെ തന്നെ അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിലും അവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിലും അവിടെ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ജനറൽ ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് പറഞ്ഞു. അപ്പൊ ആ ഇഷ്യൂസ് ഒക്കെ ഇല്ലാതാവണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ക്വാളിറ്റി ടെസ്റ്റുകൾ ക്ലാസ് റൂമിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ, ക്വാളിറ്റി ടെസ്റ്റുകൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള നല്ല ക്വാളിറ്റി ടെസ്റ്റുകൾ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫെയർനെസ് അസസ്മെന്റിൽ ഫെയർനെസ് എൻഷുർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് തന്നെയാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. എങ്ങനെ നമ്മൾ ഫെയർനെസ് എൻഷുർ ചെയ്യുക, എങ്ങനെ എൻഷുർ ചെയ്യുക? നല്ല ടെസ്റ്റുകൾ, നല്ല ക്വാളിറ്റി ടെസ്റ്റുകൾ, ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ടെസ്റ്റുകൾ നമ്മൾ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫെയർനെസ് എൻഷുർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ട്രാൻസ്പെറൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞ അത്തരം ക്യാരക്ടറിസ്റ്റിക്സോട് കൂടെ തന്നെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം, മൾട്ടിപ്പിൾ മെഷേഴ്സ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് പറഞ്ഞ പോലെ ഇവിടെ മൾട്ടിപ്പിൾ മെഷേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കുട്ടികളുടെ നോളജ് സ്കിൽസ് അതെല്ലാം ടെസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ മൾട്ടിപ്പിൾ ഇവാലുവേറ്റേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ള, ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ മാത്രം ഒതുങ്ങാതെ ഡിഫറെന്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇവാലുവേറ്റേഴ്സ് ഉണ്ടായിരിക്കണം. പ്രോഗ്രസീവ് ആയിരിക്കണം, ഫ്രീ ഫ്രം ബയസ്, ഫെയർ ആൻഡ് ഫ്രീ ഫ്രം ബയസ്. ഇത്തരം പോളിസീസ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ടെസ്റ്റ് ഫെയർ ആവുമെന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് അസസ്മെന്റ് ഫോർ എൻഹാൻസിങ് കോൺഫിഡൻസ് ഇൻ ലേണിംഗ്. എങ്ങനെ നമുക്ക്
ലേണിംഗിൽ കോൺഫിഡൻസ് കൊണ്ടുവരാൻ പറ്റും. അസസ്മെന്റിലൂടെ എങ്ങനെയാണ് കോൺഫിഡൻസ് കൊണ്ടുവരാൻ പറ്റുക? എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യനേഴ്സ് കൊടുക്കാം, അല്ലെ? അതൊരു സെൽഫ് അസസ്മെന്റ് പോലെയുള്ള ടെക്നിക്സുകൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റൂബ്രിക്സുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് കുട്ടികളെ നമുക്ക് കോൺഫിഡൻസ് കൊണ്ടുവരാൻ പറ്റും. ദെൻ പെർഫോമൻസ് ബേസ്ഡ് അസസ്മെന്റ്, അവർക്ക് അവരുടെ പെർഫോമൻസ് കാണുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അസസ്മെന്റ് ക്ലാസ് റൂമിൽ കൊണ്ടുവരും. ദെൻ ലേണിംഗ് ജേർണൽസ് ഓർ റിഫ്ലക്ഷൻസ്, അവരുടെ തന്നെ അസസ്മെന്റിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ ജേർണൽ ഓർ റിഫ്ലക്ഷൻസ് എപ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇപ്പോൾ ഒരു അസസ്മെന്റ് അത് അതിന്റെ റിഫ്ലക്ഷൻ എഴുതിയിട്ടുണ്ടാവണം. ഇന്ന പോലെയൊക്കെയാണ് ഇന്ന ആള് ക്ലാസ് റൂമിൽ ഇരുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലാണ് അവനെ അസസ് ചെയ്തത് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ദെൻ അത് വായിച്ച് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലെ കുട്ടിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു ജേർണൽ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആയിരിക്കണം. ദെൻ പിയർ ആൻഡ് ടീച്ചർ ഫീഡ്ബാക്ക്, എപ്പോഴും നമ്മൾ പിയർ അസസ്മെന്റും അതുപോലെ തന്നെ ടീച്ചർ ഫീഡ്ബാക്കും കൊടുത്തുകൊണ്ടേയിരിക്കുക. ദെൻ ഗോൾ സെറ്റിംഗ് ആൻഡ് പ്രോഗ്രസീവ് മോണിറ്ററിംഗ്, കൃത്യമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ആ ഗോൾ സെറ്റ് ചെയ്ത ഗോളിലേക്ക് എത്തുന്നതിന് വേണ്ടി എത്രമാത്രം കുട്ടികൾ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. ദെൻ കോൺഫിഡൻസ് ബിൽഡിംഗ് ആക്ടിവിറ്റീസ് മാക്സിമം കുട്ടികളിൽ ചെയ്യിപ്പിക്കാം. എൻകറേജ് റിസ്ക് ടേക്കിംഗ് അല്ലെങ്കിൽ ഇതൊന്നും എത്ര മതി എന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് ഇനിയും ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിലേക്ക് കുട്ടികളെ വളർത്താം. ദെൻ ഗ്രോത്ത് മൈൻഡ് സെറ്റ് അസസ്മെന്റ്, അവരുടെ ആ ഒരു മൈൻഡ് തന്നെ വളരുന്ന രീതിയിലുള്ള അസസ്മെന്റ് സെറ്റ് ചെയ്യുക. പേഴ്സണലൈസ് ലേണിംഗ് മാക്സിമം കൊടുക്കുക. റെഗുലർ ചെക്ക്, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ മക്കളെ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ സെലിബ്രേറ്റ് ദിയർ അച്ചീവ്മെന്റ്സ്, മാക്സിമം അവരുടെ അച്ചീവ്മെന്റ്സ് സെലിബ്രേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മക്കളുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അസസിങ് ദ പെർഫോമൻസ് ഓഫ് ഡിസേബിൾഡ് ആൻഡ് ഡൈവേഴ്സ് ലേണേഴ്സ്. ഇതിപ്പോ നമ്മൾ 5th യൂണിറ്റിലേക്ക് കടന്നു കേട്ടോ. 4th യൂണിറ്റ് അവസാനിച്ചു, 5th കടന്നിട്ടുണ്ട്. അസസിങ് ദ പെർഫോമൻസ് ഓഫ് ഡിസേബിൾഡ് ആൻഡ് ഡൈവേഴ്സ് ലേണേഴ്സ്, എങ്ങനെ നമ്മൾ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഈ ഒരു പോർഷൻ മുതലാണ് 5th യൂണിറ്റിലേക്ക് വന്നത്. ഈ ഒരു പോർഷൻ മുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ് ലേണേഴ്സ് സർപ്രൈസിലെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്, ദെൻ സിലബസ് നോക്കട്ടെ കേട്ടോ. ഇത് രണ്ടും കൂടി ഒരു ഇതിലേക്ക് ഇട്ട കാരണം, രണ്ടും കൂടി ഒരു സ്ലൈഡ് ആയതുകൊണ്ടാണ്. യൂണിറ്റ് ഇല്ല, ആയിട്ടില്ല. ഇത് കൂടിയുള്ളൂ. അപ്പൊ ഇത് 4th യൂണിറ്റ് ആണല്ലേ മാം? ഇതുവരെ ഇത് 4th യൂണിറ്റ്. ഓക്കെ, അടുത്ത ടോപ്പിക് കേട്ടോ. ഓക്കെ, സോ എങ്ങനെയാണ് ഡിസേബിൾഡ് അല്ലെങ്കിൽ ഡൈവേഴ്സ് ലേണേഴ്സിനെ അസസ് ചെയ്യാന്നുള്ള പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ആൻഡ് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻസ് മാക്സിമം കൊണ്ടുവന്ന് പേഴ്സണലൈസ്ഡ് ലേണിംഗ് കൊടുത്ത് ആ രീതിയിൽ അസസ് ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഡൈവേഴ്സ് ലേണേഴ്സിനെ കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റുക. ദെൻ യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് എന്ന് പറയുന്ന അപ്രോച്ച് നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിരുന്നു. അതിനെ മാക്സിമം ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരിക. മൾട്ടിപ്പിൾ അസസ്മെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുക. ഓൾട്ടർനേറ്റീവ് അസസ്മെന്റ് സിസ്റ്റം കൊണ്ടുവരിക. അസിസ്റ്റീവ് ടെക്നോളജി കുട്ടികൾക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ദെൻ റെഗുലർ ഫോർമാറ്റീവ് അസസ്മെന്റ്, എപ്പോഴും നമ്മൾ സമ്മാറ്റീവ് അസസ്മെന്റോട് കൂടെ തന്നെ എപ്പോഴും ചെയ്യേണ്ട ഒന്നാണ് ഫോർമാറ്റീവ് അസസ്മെന്റ് എന്നുള്ളത്. എപ്പോഴും നമ്മൾ ഫോർമാറ്റീവ് അസസ്മെന്റിനാണ് സമ്മാറ്റീവ് അസസ്മെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബട്ട് ഫോർമാറ്റീവ് അസസ്മെന്റ് കൃത്യമായിട്ട് ചെയ്യുക. നമ്മൾ 2nd യൂണിറ്റിൽ കുറേ കാര്യങ്ങൾ അസസ്മെന്റ് പ്രാക്ടീസസ് ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ? CCയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ദെൻ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ്, കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം. അല്ലെങ്കിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലവർക്കും പല തരത്തിലുള്ള മക്കളാണ് അല്ലെ? ഡൈവേഴ്സ് കാറ്റഗറിയിലുള്ള കുട്ടികളാണ്. നമുക്ക് സ്റ്റേൺ ആയിട്ട് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം വീക്ക് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ ലേണിംഗ് ഡിസ്ഗ്രാഫിയ ഉള്ള ഒരു കുട്ടിയാണ്, അവിടെ പെർട്ടിക്കുലർ ടൈം നമുക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ അവൻ എഴുതുന്നതിൽ അവന് പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മൾ വേറൊരു മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ചെയ്യിപ്പിക്കേണ്ടത്. ദെൻ കൊളാബറേറ്റ് വിത്ത് സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്, എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പെഷ്യലിസ്റ്റിനുള്ള ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇൻക്ലൂസീവ് സ്കോറിംഗ് ആയിരിക്കണം.
Then regular communication between the teacher and the student, parent and the teacher. Okay. ആ ഒരു രീതിയിലുള്ള റെഗുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കൊണ്ടുവരണം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 5, പ്രാക്ടീസസ് അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് ആണ് ഡ്രോബാക്സ് ഓഫ് പ്രസന്റ് അസസ്മെന്റ് സിസ്റ്റം. ഡ്രോബാക്സ് ഓഫ് പ്രസന്റ് അസസ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ ഇഷ്യൂസ് ഇതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. എന്നാൽ പോലും ജസ്റ്റ് പറയാം എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു ഡ്രോബാക്ക് എന്നുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ എംഫസൈസ് ഓൺ മെമ്മറൈസേഷൻ അല്ലെ. ഇപ്പോഴും നമ്മൾ കുട്ടികളെ ഒരു ട്രഡീഷണൽ നമ്മൾ പറഞ്ഞു, വലിയ വലിയ ഫിലോസഫി ഒക്കെ നമ്മൾ പറയുന്നു, ബട്ട് സ്റ്റിൽ വി ആർ ഫോക്കസിങ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, പഴയ മെത്തേഡ് തന്നെയാണ് അല്ലെ. പഴയതിനെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ നമ്മൾ കൈപ്പിടിച്ചിരിക്കുന്നത് പുതിയതാണ്. പക്ഷെ ആ രീതി അത് മാറണം, ഒരുപാട് മാറ്റം വരുത്തേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ട്രഡീഷണൽ അസസ്മെന്റ് സിസ്റ്റം ഓഫ് മെത്തേഡ് പൊടിച്ചെഴുതിക്കൊണ്ട് പുതിയതായിട്ടുള്ള മെത്തേഡ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട സ്കില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള അസസ്മെന്റ് മെത്തേഡാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മെത്തേഡ് തന്നെ നമുക്ക് അസസ്മെന്റിൽ ഒരു ഡ്രോബാക്ക് ആണ്, ദാറ്റ് ഈസ് മെമ്മറൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ആ ഒരു സിസ്റ്റം മാറ്റുക എന്നുള്ളത്. ദെൻ ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് അസസ്മെന്റ്. എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ചില കാര്യങ്ങളെ നമ്മൾ ഇപ്പോഴും നെഗ്ലക്ട് ചെയ്യാം, സച്ച് ആസ് ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അല്ലെ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നിടത്തോളം നമുക്ക് നല്ല ഒരു മികച്ച കുട്ടികളെ, അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് നമ്മുടെ മക്കളെ മോൾഡ് ചെയ്തെടുക്കാൻ കഴിയില്ല. ദെൻ ഹൈ സ്റ്റേക്ക് ടെസ്റ്റിംഗ് പ്രഷർ. എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടെസ്റ്റുകൾ, എക്സാംസുകൾ എന്ന് പറഞ്ഞുകൊണ്ട്. ബട്ട് എങ്ങനെയാണ് അവരുടെ ഡെയിലി ലൈഫിൽ അവരുടെ ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വി ആർ പ്രഷറിങ് അൺവാണ്ടഡ് തിങ്സ്. ഓക്കെ, ദെൻ വൺ സൈഡ് ഫിറ്റ്സ് ഓൾ ഓവർ അപ്രോച്ച്. നമുക്കറിയാം ദ കറന്റ് അസസ്മെന്റ് സിസ്റ്റം ടെൻഡ്സ് ടു അപ്ലൈ എ യൂണിഫോം അപ്രോച്ച്. ഒരു ഡൈവേഴ്സ് ലേണേഴ്സ് ഉള്ള ഒരു ക്ലാസ് റൂമിൽ ഒരു പെർട്ടിക്കുലർ അപ്രോച്ചിൽ നിന്ന് കൊണ്ട് മാത്രമാണ് നമ്മൾ കുട്ടികളെ ചെക്ക് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഡൈവേഴ്സ് ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ്, അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് സ്ട്രെങ്സ്, ഇൻട്രസ്റ്റ്, ലേണിംഗ് സ്റ്റൈലൊക്കെ ഉള്ള കുട്ടികളാണ്. അവരുടെ ഇടയിൽ ഒരു പെർട്ടിക്കുലർ അപ്രോച്ചിൽ നിന്ന് എടുത്ത് നമ്മൾ മക്കളെ അസസ് ചെയ്യുമ്പോൾ അതൊരിക്കലും ആപ്റ്റ് അല്ല. ദെൻ ഫെയിലിയർ ടു പ്രൊമോട്ട് ലൈഫ് ലോങ് ലേണിംഗ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പോർഷൻസ് തീർക്കുക എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്ന് മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ദെൻ ടൈം കൺസ്ട്രെയിൻസ്. ഇന്ന സമയത്ത് ഇത്ര സമയത്തിന്റെ ഉള്ളിൽ അത് പഠിച്ചിരിക്കണം. അങ്ങനെ ചില കാര്യങ്ങളൊന്നും എല്ലാ കുട്ടികൾക്കും ഒരേപോലെ പഠിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ അത്രയും സന്ദർഭങ്ങളിൽ അത് വലിയൊരു ഡ്രോബാക്കാണ് അല്ലെ. ഇപ്പൊ ഫസ്റ്റ് പീരീഡ് മാത്സ് ആണെന്ന് വിചാരിക്കുക, ചില കുട്ടികൾ സ്ലോ ലേണേഴ്സ് ഒക്കെ ആ ഒരു തിയറി അല്ലെങ്കിൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫോർമുല മനസ്സിലാക്കി വരുന്നേ ഉണ്ടാവുള്ളൂ, അപ്പോഴത്തേക്കും ബെല്ലടിച്ചിരിക്കും. ദെൻ ആഫ്റ്റർ അത് പകുതി വെച്ച് ദെൻ അടുത്ത അവൻ സയൻസ് ബുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഡ്രോബാക്സുകൾ ഉണ്ട്. ദെൻ ലിമിറ്റഡ് ഫീഡ്ബാക്ക്. ഒന്നിനെ കുറിച്ചും ഒരു കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിന് കിട്ടുന്നേ ഇല്ല. ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് മക്കൾക്ക് കൊടുക്കുന്നില്ല. ദ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ്. എപ്പോഴും നമ്മളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്തെങ്കിലും നമ്മൾ അഡ്വൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുക, അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. ദെൻ ടീച്ചർ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ദേ ആർ നോട്ട് ലേണിംഗ് ദാറ്റ് പെർട്ടിക്കുലർ സബ്ജക്ട് ദേ ആർ ഹാൻഡ്ലിംഗ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ദെൻ ഡിസിൻസെന്റീവ് ഫോർ കൊളാബറേറ്റീവ് ലേണിംഗ് അല്ലെ. തീർച്ചയായിട്ടും ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച് നമ്മൾ കൊണ്ടുവരണം, ഒരു ടീം വർക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്താ പറയാ, മറ്റു പല ഇതുപോലെയുള്ള പ്രാക്ടീസസ് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. ദെൻ ബയസ് ആൻഡ് ഇനീക്വാലിറ്റി. എപ്പോഴും അസസ്മെന്റിൽ ഉള്ളതാണത്, ബയസും ഇനീക്വാലിറ്റീസും. ആ ഒരു സിസ്റ്റം തീർച്ചയായിട്ടും മാറുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ അസസ്മെന്റ് സിസ്റ്റത്തിൽ വരും. ദെൻ ഇനാഡിക്വേറ്റ് അസസ്മെന്റ് ഫോർ റിയൽ വേൾഡ് സ്കിൽസ്. ഞാൻ പറഞ്ഞു അതല്ലേ, തിയറട്ടിക്കൽ നോളജിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ സ്കിൽസോ അല്ലെങ്കിൽ അവരുടെ കോമ്പിറ്റൻസീസോ അതൊന്നും റിയൽ വേൾഡിൽ എത്രമാത്രം അവർക്ക് ഉണ്ടാവേണ്ടത് എന്നല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് വി ആർ ചെക്കിംഗ് ഓർ വി ആർ ഫോക്കസിങ് ഓൺ ദ തിയറട്ടിക്കൽ നോളജ് ദേ ഹാവ്. ഓക്കെ, ദെൻ ഫെയിലിയർ ടു ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി അല്ലെ. ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡൈസ് അസസ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് ഡിസ്കറേജ് ദ ക്രിയേറ്റിവിറ്റി ഓർ ഇന്നോവേഷൻ.
സോ ആ അത്തരത്തിലുള്ള സിസ്റ്റം ഓഫ് അസസ്മെന്റ് മാറ്റിക്കൊണ്ട് ക്രിയേറ്റിവിറ്റി ഫോസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയെ ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള അസസ്മെന്റിലേക്ക് മാറണം എന്ന് തന്നെയാണ് പറയുന്നത്. സോ ദീസ് ആർ ഓൾ ദ ഡ്രോബാക്സ് ഓഫ് പ്രസന്റ് അസസ്മെന്റ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റിഫ്ലക്റ്റീവ് ജേർണൽ. എന്താണ് റിഫ്ലക്റ്റീവ് ജേർണൽ നോക്കാം. എന്താ റിഫ്ലക്റ്റീവ് ജേർണൽ? ഒരു മിററിന്റെ പർപ്പസ് എന്താ മക്കളെ? മിറർ എന്ന് പറഞ്ഞാൽ എന്തിനാ? റിഫ്ലക്ഷൻ അല്ലെ? നമ്മൾ എന്താണെന്ന് ആക്ച്വലി നമ്മൾ അതേപോലെ കാണിച്ചു തരുന്നതാണ് എന്ത് മിറർ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു നമ്മളെ. അത് തന്നെയാണ് ആക്ച്വലി ഒരു റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അത് അതേപോലെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതിലൂടെ നമ്മൾ നമ്മളെ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ജേർണൽ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മളൊരു മിററിന്റെ മുന്നിൽ നിന്ന് നമ്മളെ നോക്കി എന്തെങ്കിലും ഒരു എന്താ പറയാ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെങ്കിൽ അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ? മുടിയാണെങ്കിലും തട്ടമാണെങ്കിലും നമ്മൾ ഇടുന്ന ഡ്രസ് ആണെങ്കിലും നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും അഴുക്കാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു അല്ലെ? സോ അത് തന്നെയാണ് ആക്ച്വലി അതുപോലത്തെ ഒരു ഉദ്ദേശം തന്നെയാണ് റിഫ്ലക്റ്റീവ് ജേർണലിന്റെ ഒരു ആശയം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ റിഫ്ലക്റ്റീവ് ജേർണൽ ഈസ് എ പേഴ്സണൽ ആൻഡ് ഇൻട്രോസ്പെക്റ്റീവ് റെക്കോർഡ് ഓഫ് one's thoughts, experiences, and insights. It serves as a tool for self-reflection, allowing students to capture their emotions, observations, and reactions to various events, situations, or learning experiences. Now, let's see what are the characteristics. Personal and informal. Personal ആയിരിക്കണം, informal ആയിരിക്കണം. നമ്മൾ ഒരിക്കലും ഫോർമൽ ആയിട്ട് അതിനെ എഴുതാൻ പാടില്ല. Then subjective perspective. Okay. റൈറ്ററിന്റെ പെർസ്പെക്റ്റീവിലാണ് അത് എഴുതേണ്ടത്, വേറൊരാളുടെ പെർസ്പെക്റ്റീവിലല്ല. ദെൻ ക്രോണോളജിക്കൽ എൻട്രീസ്. എങ്ങനെയാണ് അത് ബിഗിൻ ചെയ്തത്, എങ്ങനെയാണ് അവസാനിക്കുന്നത്, ആ ഒരു ഗ്രോത്ത് കറക്റ്റ് ആയിട്ടിരിക്കണം. ആ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതി നമ്മൾ എഴുതുന്ന ആ ഒരു ഇത് വളരെ കൃത്യമായിരിക്കണം എന്നാ. ദെൻ ഓപ്പൺ എൻഡഡ് പ്രോംപ്റ്റ്. ദാറ്റ് ഈസ് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ്, പ്രോംപ്റ്റ് ടു ഗൈഡ് ദ റൈറ്റിംഗ് പ്രോസസ്, ബട്ട് ദേ ഓൾസോ അലൗ ഫോർ ഫ്രീ ഫോം ഓഫ് എക്സ്പ്രഷൻ. ഒരു കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതാണ് ചിലതൊന്നും നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ ഇത് എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇത് അത് തന്നെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു റൈറ്റിംഗ്സ് ആയിരിക്കണം റിഫ്ലക്റ്റീവ് ജേർണലിൽ ഉണ്ടാവേണ്ടത്. സോ അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് സെൽഫ് ഡിസ്കവറി, എൻഹാൻസ് ലേണിംഗ്, ഇംപ്രൂവ് പ്രോബ്ലം സോൾവിംഗ്, ഇമോഷണൽ റിലീസ് ഉണ്ടാവുന്നു. ദെൻ ഗോൾ സെറ്റിംഗ് ആൻഡ് പ്രോഗ്രസ് മോണിറ്ററിംഗ്. നെക്സ്റ്റ് വൺ ഇസ് ക്രിട്ടിക്കൽ തിങ്കിങ്, empathy and perspective taking, improved decision making, professional development, creativity and expression. Okay, ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു റിഫ്ലക്റ്റീവ് ജേർണൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് അസസ്മെന്റ് ഫോർ ബെറ്റർ ലേണിംഗ്, അസസ്മെന്റ് ഫോർ കോൺഫിഡന്റ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ക്രിയേറ്റീവ് ലേണിംഗ് ആൻഡ് അസസ്മെന്റ് ഫോർ ക്രിയേറ്റീവ് ലേണിംഗ് ആൻഡ് ക്രിയേറ്റീവ് ലേണേഴ്സ്. First one is assessment for better learning. എന്തിനാണ്? Assessment for better learning focuses on using the evaluation methods that promote and support meaningful learning experience for students. Assessment എന്ന് പറയുന്നത് for better learning ആണെങ്കിൽ അവിടെ നമ്മൾ സ്റ്റുഡൻസിന് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, പ്രൊമോട്ട് ചെയ്യേണ്ടത് ലേണിംഗ് എക്സ്പീരിയൻസസ് മീനിങ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. The goal is to assess not only what students know, but also their understanding, critical thinking, ability to apply knowledge in real world situations. Next one is assessment for confident learning. What is assessment for confident learning? Assessment for confidence in learning involves using the evaluation methods that not only measure students' knowledge and skills, but also promote and enhance their self-confidence. The aim is to create a positive and supportive learning environment that boosts students' belief in their abilities and encourage them to take on challenges. Risk taking ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് കൊണ്ടുവന്ന് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള അസസ്മെന്റും കൂടെ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് അസസ്മെന്റ് ഫോർ കോൺഫിഡൻറ്റ് ലേണിംഗ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ക്രിയേറ്റീവ് ലേണിംഗ്. അസസ്മെന്റ് ഫോർ ക്രിയേറ്റീവ് ലേണിംഗ് ഇൻവോൾവ്സ് evaluation methods that encourage and support students' creative thinking, problem solving and innovative abilities. That is, here it focuses on assessing not only the final creative output but also the creative process itself. Now the last one is assessment for creative learners. Assessing creative learners requires evaluation methods that recognize and value their unique strength
their unique skills and approaches to learning. അല്ലെ, ഓരോ വ്യക്തിയിലും യുണീക്ക് ആണ്. ആ വ്യക്തികളെ യുണീക്കാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ട്രഡീഷണൽ അസസ്മെന്റ് അപ്രോച്ച് may not effectively capture the full scope of their creativity. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന പല മെത്തേഡ്സും അവരുടെ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ തരാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നല്ല. അപ്പൊ അതിനെയൊക്കെ മാറ്റി മറിച്ചു കൊണ്ടുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ അസസ്മെന്റ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ. എന്താ സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വർക്ക് and accomplishments over time. അല്ലെ, it is a purposeful collection of students work and accomplishment over time. ആ ഒരു പീരീഡ് മൊത്തമുള്ള കുട്ടികളുടെ മൊത്തം വർക്കിനെ കളക്ട് ചെയ്ത് അതിനെ കമ്പൈൽ ചെയ്യുന്നതാണ് സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. It serves as a comprehensive and reflective record of their learning journey, showcasing their progress, achievements and growth. The student's portfolio can take various forms, including physical, digital, and they can include a wide range of artifacts such as assignments, projects, artwork, essays, presentations, and more. അവർ എന്തൊക്കെയാണോ ആ ക്ലാസ് റൂമിൽ വെച്ച് ചെയ്ത സ്കൂളുമായിട്ട് റിലേറ്റഡ്, എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ക്ലാസ്സുമായിട്ട് ചെയ്തിട്ടുള്ളത് അതെല്ലാം കമ്പയർ ചെയ്ത് അതിനെ കളക്ട് ചെയ്ത് അതിന്റെ ബേസിൽ നമ്മളെ കുട്ടികളുടെ പ്രോഗ്രസ് നോക്കി ഫീഡ്ബാക്ക് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒന്നാണ് ആക്ച്വലി ഒരു സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. പേർപ്പസ്ഫുൾ സെലക്ഷൻ. ഓക്കെ, portfolio consists of carefully selected piece of work that demonstrate a student's skills, creativity and academic process. Then reflective component should have reflective component. That is, it often include reflections or self-assessment written by the student, offering insights into their learning process and growth. Then organization, വളരെ കൃത്യമായിട്ട് thoughtfully organized ആയിരിക്കണം. Then ongoing process, അതൊരു particular time വെച്ച് നിൽക്കാൻ പാടില്ല. It should be an ongoing process. Then personalization, that is, ഓരോ സ്റ്റുഡൻസിന്റെയും പോർട്ട്ഫോളിയോ യുണീക്ക് ആയിരിക്കണം and that reflect their individual learning experiences and interest. Okay, ഇതാണ് ആക്ച്വലി സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ യൂണിറ്റ് 5-ലെ? യെസ് മാം. ഇനി അടുത്ത അതിലുള്ളത് നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, കോറിലേഷൻ, ഗ്രാഫ് ആൻഡ് ഡയഗ്രാം അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം സ്റ്റാറ്റിയാണ്. എന്താ വേണ്ടത്? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം മാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, കോറിലേഷൻ. ഓക്കെ, താങ്ക് യു മാം. Thank you and good night. Hello, ma'am. Thank you, ma'am. Hello.